ഇന്ന് എനിക്ക് ബ്രേക്കുള്ളൊരു ഡേ ആണ്. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ജസ്റ്റ് പുറത്തു പോവാം ഒക്കെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പം ഇന്ന് എൻ്റെ കൂടെ ബ്രേക്കുള്ള ബിന്ദുമ്മയുണ്ട്. ബിന്ദുമ്മ വന്ന് അപ്പം ഞങ്ങൾ ആക്ച്വലി ഇന്ന് വെറുതെ പുറത്തു പോവാം എന്നിങ്ങനെ വിചാരിച്ചു. അതിന് റെഡി ആയിട്ട് വന്നിരിക്കുക. ലൈവൊന്നുമല്ല, വീഡിയോ. മുടി ഉണങ്ങിയില്ലാണ്ടോ? കുഴപ്പമില്ലല്ലടാ, കുഴപ്പമൊന്നുമില്ല. സുന്ദരിയല്ലേ? ഇത് നിങ്ങളുടെ സ്വന്തം രാധിക. എന്റെ മുറ്റുമണി, എന്റെ അമ്മയുടെ മുറ്റുമണി കൂടെ ഞങ്ങൾ രണ്ടുപേരും അടിച്ച്, അയ്യോ എന്റെ കണ്ണാടി പോയി, ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോയി. ഞാൻ എന്താ ചുമന്നിരിക്കുന്നത്? വായിച്ചോളൂ മുന്നോട്ട്, ശരിയോ? ഓക്കെ, അപ്പം ഇന്നെന്താ നമ്മുടെ പ്ലാന്? യെസ്, നമ്മൾ ഇന്ന് നേരെ പോയി 1-2 പാവങ്ങൾക്ക് തിരി ഷട്ടൊന്നുള്ള ഇടുന്നുണ്ട്. അത് ശരിയാ, പാവങ്ങളെന്ന് പറഞ്ഞു. ശരിയാണ്, പാന്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാല് നമ്മൾ വന്നപ്പോഴില്ലേ അതൊന്നും ഡ്രസ്സ് എടുക്കാണ്ട് വന്നു അല്ലെ, അതാ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇപ്പൊ വന്നപ്പം ദരിദ്രവാസികളെ ഡ്രസ്സ് ഇല്ല, പോയി 2 ഡ്രസ്സ് വാങ്ങുന്നു. ബിന്ദുമ്മ വാങ്ങാൻ വന്നത് 2 ഉടുപ്പ, അത് ഇതിനകത്തുണ്ട്. ഇനി എന്താണ് തപ്പിക്കൊണ്ട് കിടക്കുന്നത്? ഇത് കൊള്ളാമോ ചക്കര? എന്തോരം കുഞ്ഞു കുഞ്ഞു ഡ്രസ്സോ, നല്ല രസോ, നല്ല ഭംഗിയല്ലേ. ബാഗ് എവിടെ കൊണ്ട് കളഞ്ഞേ? എവിടെ പോയി സാധനം നോക്കാൻ വേണ്ടി ചെന്നിട്ട് ബാഗ് അവിടെ കണ്ടിട്ടോ. അങ്ങനെ അവസാനം സംഭവിച്ചിരിക്കുന്നു, ബില്ലിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല രസമല്ലേ സാരി? വയ്യാത്ത വെയിൽ എന്റെ മോളെന്നെ നടത്തിക്കും. എന്തിനാടാ ചക്കര ദ്രോഹം? നമ്മള് വെയിലൊക്കെ കൊണ്ട് വൈറ്റമിൻ ഡി ഒക്കെ കുറവല്ലേ? വൈറ്റമിൻ ഡി അല്ല, നമ്മള് നടക്കുകയൊക്കെ വേണം. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മള് നടന്നു പോണം. എപ്പോഴും വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് സുഡിയോയിൽ കയറിയിട്ട് പോരാഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങുകയും ചെയ്തു. അത് പോരാഞ്ഞിട്ട് അടുത്ത് മാക്സിൽ വന്നേക്കായിരുന്നു. ചുമ്മാ അവിടെ റൂമിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇത് കണ്ടോ എൻ്റെ മുടി വാട്ടർഫോൾസ് പോലെ. എന്തിത്? ഇത് കണ്ടോടാ മുടി നിൽക്കുന്നത്? അയ്യേ, ഇതെന്താ ചെയ്യാ? ഫാഷനാന്ന് പറഞ്ഞാൽ മതി. ഈശ്വര, എൻ്റെ മനസ്സൊക്കെ മാറുമോ? എന്ത് രസം ഇവിടെ ഇങ്ങനെ കയറി. ശരി, അപ്പൊ വാ വന്ന് എടുക്കാനുള്ള സാധനം എടുക്ക്. ഇവിടെ ഉണ്ട്. ഇവിടെയാണ് മോളെ. എൻ്റെ പാൻറ് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പാൻറ്റും ഭയങ്കര വലുതാ. ഫോണൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞു? എവിടെ? ഞാൻ ഒന്ന് ശരിക്ക് വലിച്ചൊക്കെ ഇട്ടേ. എടുത്താ? അത് സൂപ്പറായിട്ടുണ്ട്. നമ്മളങ്ങനെ സമോസ കഴിക്കാൻ വേണ്ടി, സമോസയും മിടുക്കി ചെല്ല്. കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് സ്പെക്സ് മറന്നു പോയി എന്നും പറഞ്ഞോണ്ട് പോയിട്ടുണ്ട്. എടുത്തോണ്ട് കിട്ടുന്നുണ്ടോ? ചെന്നും എടുത്തിട്ടു. ചെറിയ മറവി അസുഖമുണ്ട്. ഇന്നലെ എന്താടാ കളഞ്ഞു എന്നൊരു സങ്കടപ്പെട്ടെ? ചാർജർ. അയ്യോ, എൻ്റെ ചാർജർ വന്നൊരു സങ്കടമായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ പെട്ടിക്കകത്ത് തന്നെ കിട്ടി. ഇനി ഞാൻ മോള് എൻ്റെ കണ്ണാടി പോയടാ, നീ ആടാ ഉപയോഗിച്ചതെന്നാണ്. അതും കിട്ടി. പപ്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളും ഒക്കെ മാറി മറിഞ്ഞ് നമ്മളിത് ഒരാളുടെ വീട്ടിലേക്ക് പോവാണ്. അതൊക്കെ പറയില്ല, സർപ്രൈസ്. ഒരാളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായ കോള് വന്നതിനേക്കാൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ബാക്കി നമുക്ക് അവിടെ വന്നിട്ട് കാണാം. ശ്വേതയല്ലേ പോകുന്നത്? ഇനിയിപ്പോൾ കഥയൊക്കെ ചിലപ്പോൾ ഞാൻ റിവ്യൂല് പറയൂല. അപ്പം ഞങ്ങൾ പാലത്തെത്തി പോയിക്കൊണ്ടിരിക്കുക. ഞാനിനി വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ
സ്റ്റോറി എല്ലാം വരും, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ ഏതൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. മോക്കുള്ളതല്ലേടാ. ഇവളാണ് നീ കാട്ടൻ. എവിടെയാണ് അവേ പജാസിന് പറയുന്നത് കേട്ടു. അറിയില്ല, പരിചയപ്പെടട്ടെ. പോയി പാത്രം കഴുകി. ഹായ്. ഓക്കെ ഓക്കെ, അറിയാം. തമിഴാണോ? ചെന്നൈക്കാരി അപ്പൊ തമിഴല്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. യൂട്യൂബ് ചാനൽ. ആര് യൂട്യൂബ് ചാനലാ? ഞാൻ അഖിൽ. സൂപ്പർ. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ ബിന്നിനോട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് ആരാ ഇവിടെ പണിയെടുക്കുന്നത് കറക്റ്റ് മനസ്സിലായല്ലോ. അഭിനയോ ഈശ്വര നീ എന്താ കഴിയുന്നത് ഇവിടെ ഇന്ന്? രാവിലെ ഒരു ചായ കാച്ചിയതുണ്ടായിരുന്നു, 1 മണിക്കൂറോളം അത് ഉറച്ചു കുത്തിരുന്നത് പാവ. അപ്പത്തേ 3 കറി ഉണ്ടാക്കി നോബിൻ ഒരു തോരൻ ഉണ്ടാക്കി. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പേര് അറിയാം, കുമ്പളം വെച്ചിട്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റുള്ള കറി അത്. പിന്നെ ഇതെന്താ, ഇത് ചോറ്. പക്ഷെ ചിക്കൻ കറി അവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. പുറത്തൊന്നും കഴിച്ചിട്ട് പഫ്സല്ല വെച്ചിട്ട് ഇത് ഇതാ ഇവിടെ. അപ്പൊ നല്ല ചോറ്, മോരുകറി, ബീറ്റ്റൂട്ട് മെഴുക്കോട്ട്, ചിക്കൻ. ഇപ്പൊ കഴിക്കുമ്പോ മോ കഴിക്കുന്നുണ്ടോ? ശരിക്കും ഞങ്ങളിപ്പോ കഴിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങട്ടോ. നല്ല കഴിവുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നീ കുക്കറി ഷോയിലെ എക്സ്പ്രഷൻ അത് കറക്റ്റ് കാര്യം പറ. വെറുതെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് നാറ്റിക്ക് വാങ്ങും. അല്ല സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവനൊക്കെ പറഞ്ഞു ഇവിടെ വരുമ്പോ നമ്മള് ചെയ്യുന്ന അല്ല നീ ഇവിടെ ഉണ്ടാക്കില്ലെന്ന് എല്ലാവർക്കും അറിയടി. പിന്നെ യൂട്യൂബ് ബ്ലോഗ്സ് കുറെ. ഞാനും നൂബിനും കൂടി. ഇത് കറിയാണ് കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടന്റ് ആലോചിച്ചു. ഞാൻ ഉള്ളി മുറിച്ചു കൊടുത്തു. എന്റെ തറവാട്ടിലെ കുക്കിങ്ങിന് സ്പെഷ്യലിസ്റ്റാ. ഇത് പുളിശ്ശേരി അല്ല എടാ നോബിനി. മറ്റേ കുമ്പളക്കറി എന്താണ് സംഭവം? എന്നെ ഷെഫിനോട് ചോദിക്കാം. ഷെഫിള്ള എന്താ സംഭവം? അതിന്റെ പേര് എനിക്കറിയില്ല. വെള്ളരിക്ക വെച്ചിട്ടുള്ള കറിയാണ്. വെള്ളരിക്കയാണ്, കുമ്പളല്ല കേട്ടോ. വെള്ളരിക്ക വെച്ചിട്ടുള്ള വെള്ളരിക്ക കൊക്കനാച്ചി. നമ്മുടെ നൂബിൻ സ്പെഷ്യൽ വെള്ളരിക്ക കൊക്കനാച്ചി. യെസ്, കൊക്കനാച്ചി. കോക്കനട്ട് ഉണ്ടല്ലോ, കൊക്കനാച്ചി. അതിനാണ് നീ കൊക്കനാച്ചി. നല്ല രസമുണ്ട്. കഴിച്ചിട്ട് പറയിച്ചു. ഇന്നലെ വിശ്വസിക്കും. കൊക്കനാച്ചി ഫസ്റ്റ് കഴിച്ചിട്ട് ആദ്യ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കുക്കിംഗ് പഠിച്ചത്. കല്യാണം കഴിഞ്ഞ പിന്നെ ചെയ്യിപ്പിക്കല്ലേ പാവ. എന്റെ കുഞ്ഞ് രാവിലെ വന്ന രാത്രി വരെ അയ്യോ ഒരു ശ്വാസം വിടാതെയാണ്. ഞാൻ എന്റെ വ്ളോഗിലേക്ക് എടുത്തോട്ടെ നിങ്ങളെ. എന്റെ കൊച്ചു കഷ്ടപ്പെടുക. കുറ്റമല്ല കേട്ടോ. എന്റെ മുത്തപ്പ പണി ഏൽപ്പിക്കണ്ട നീ. അപ്പൊ അവനെന്താ മാങ്ങ പറിക്കാൻ പോകുന്നാണോ? അല്ലേ ഇവ എന്നെ മാങ്ങ പറിക്കാൻ പോകുന്നാണോ? റസ്റ്റാ അതല്ലേ, നല്ല റസ്റ്റാ. പണ്ട് 80 ചെക്കനാ, 84 കിലോ ചെക്കന, ഇപ്പൊ 60 കിലോ ആയി. പാവം പിന്നെ കുറിച്ച് അറിയണ്ട. അവൻ ഭയങ്കര ഡെഡിക്കേഷൻ, ഭയങ്കര ഹാർഡ് വർക്കും, ഭയങ്കര പാവം. ക്യാമറ കട്ട് ചെയ്ത് എത്ര രൂപ തന്നു? ക്യാമറ കട്ട് ചെയ്ത് എത്ര രൂപ തന്നു?
ക്യാമറ കട്ട് ചെയ്തു. എത്ര രൂപ വന്നു? ഞാൻ ക്യാമറ റോൾ ചെയ്യട്ടെ. റോൾ ചെയ്യും. അവള് അത്രയും ഡെഡിക്കേഷനും സ്ക്രിപ്റ്റിൽ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ അവക്കൊരു സഹായത്തിന് ആരും ഉണ്ടാവില്ല. പാവം തോന്നും. മാർഗഴിയാവണം, മാർഗഴിയ ഡ്രസ്സ് മാറി അപ്പൊ തന്നെ ഗീതു 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 പാവം തോന്നും കേട്ടോ. ചിക്കൻ മസാല കറക്റ്റ് ആയിട്ട് ഇത്രയും പറഞ്ഞ ചിക്കൻ ഇത് രൂപിന്റെ ചിക്കൻ. പക്ഷെ ഇത് എന്റെ ശരിക്കുള്ള ചിക്കൻ അത്ര ആയില്ല. ചേച്ചി ഞങ്ങളെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് മസാല ഇട്ടു. അപ്പം അത് മൊത്തം നമ്മൾ റെഡിയാക്കിയില്ല. അപ്പൊ അതിന്റെ കൂടെ സാധാ ചിക്കന്റെ മസാല ഇതും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്കും 2 മസാല ഉണ്ട്. അപ്പൊ ശരിയായി. എനിക്ക് പൈസ ഉണ്ട്. രാജാസാണല്ലോ കൂടെ. അയ്യോ അടിപൊളിയും. ചേച്ചി ഈ ഫിറോസ് കണ്ട് നമ്മളെ യൂട്യൂബില് ഈ ഫുഡ് ബ്ലോഗറാ. മൂപ്പഴത്തേ പോയി നല്ല ഭാവിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് രതീഷ് എന്ത് കഴിച്ചാലും നല്ല ചേച്ചി പറ്റും. ചേച്ചി എനിക്ക് തരാൻ പറഞ്ഞ പെട്ടെന്ന് 1 മില്യൺ അടിക്കും. ചെയ്യല്ലേ മോനെ. പ്രതീക്ഷ എനിക്ക് പറഞ്ഞത് എനിക്ക് ആദ്യം ചോദിക്കാനും മടി എന്തെങ്കിലും വിചാരിക്കണം മോളെ എനിക്ക് അറിയില്ല. ഇതെന്തോ ഇത്ര വലിയ കാര്യം എനിക്ക് പറഞ്ഞുതരാമെന്നുണ്ട്. ഇന്ന് തന്നെ എടുക്കാം. ഞങ്ങൾ ആദ്യം ഷോർട്സിൽ തുടങ്ങുന്നു. അപ്പൊ എല്ലാവരും എന്റെ ഷോർട്സ് ഈ ഷോർട്സ് അല്ല ഷോർട്സ് ചേച്ചി ഇപ്പൊ മാറ്റി. അവിടെ ചാരിയ സ്റ്റൈലിൽ കിടന്നിട്ട് കിട്ടി കിട്ടി. കസ്കസ് കഴുകിയാണ്. എന്നിട്ട് കഴുകിയതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചില്ലാക്കും. എന്നിട്ട് ഞാൻ തണുപ്പിക്കും ഫ്രിഡ്ജിൽ വെച്ച്. എന്തിന്? അതിന്റെ പിന്നിലുള്ള സയന്റിഫിക്. തണുത്ത് കഴിയുമ്പോൾ എനിക്ക് കുടിക്കാൻ ഇഷ്ടമായി. ഇത് സയന്റിഫിക് റീസൺ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കഴുകുന്നു. ഇവിടെ ലൈം ജ്യൂസിനുള്ള പ്രിപ്പറേഷൻ. നിങ്ങൾ 3 പേരല്ലേ? സോറി അക്കിനുണ്ടല്ലോ. ശരി 6 പേര്. എന്താ പറയുക വെളിയിലത്തെ ഫുഡ് കഴിച്ച് എന്റെ രാത്രിത്തെ ചിക്കൻ ആയിരുന്നു കേട്ടുന്നത്. ഒരു പീസ് അങ്ങനെ പറയല്ലേ. എന്റെ സ്നേഹമാണ്. ഒരു ചിക്കൻ ഒരേ ഒരു ചിക്കൻ വലിയ 2 പീസ് എടുത്തിട്ട് സ്നേഹം കാണിക്കാൻ വേണ്ടി ചെറിയ പീസ് അങ്ങനെ പറയരുത്. സ്പൂൺ വെച്ച് കുത്തി ഇറക്കി തരാം. നല്ല ടേസ്റ്റ്. നീ കഴിച്ചോ? മോള് കഴിക്കും. നീ കഴിച്ചോ? നീ കഴിച്ചോ? ഇനിയുണ്ട്. ചിക്കനും തരണ്ട, ആർക്കും ഫുഡും തരണ്ട. ടിവിയിലെ വില്ലനും വില്ലറ്റും കേൾക്കരുത്. ഇത്രയും തങ്ക മനസ്സ്, ഇത്രയും തങ്കപ്പെട്ട മനസ്സ്, മനസ്സ് മുറ്റത്ത് മുല്ല പോലെ. ഹലോ വേണ്ടോ? ഹോട്ടലിലേക്ക് ചോറ് വാരി കൊടുക്കുന്നു. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. ആക്ച്വലി ഞങ്ങൾക്ക് ഏതോ ജന്മത്തിൽ കഴിഞ്ഞോ? റെക്കോർഡ് കറക്റ്റ് ഫുൾ റെക്കോർഡ് കേട്ടോ. അത് ഇനി ആരെയും വരുമ്പോൾ പറഞ്ഞാൽ മതി. അത് പെർമനന്റ് അയച്ചു കൊടുക്കണം. നമ്പർ വാങ്ങി അയച്ചു കൊടുക്കണം. ചേച്ചിക്ക് കഴിക്കാൻ കിട്ടുന്നില്ല. എനിക്ക് വേണ്ടി തരാം. ഇനി ഞാൻ പറയുന്നില്ല. അതല്ല എന്റെ അടുത്ത് കിട്ടിയോ നോക്കണല്ലോ. പ്ലേ ചെയ്തോക്കണം. എനിക്ക് ബൈഹാർട്ടായടാ. ഇത് ഞങ്ങൾ എന്തുകൊണ്ടാണ് റെക്കോർഡ് വെച്ചാൽ എന്താ അറിയോ? വന്നപ്പം മുതൽ തുടങ്ങിയതാണ്. എത്ര മണിക്ക് എത്തി? ഒരു 3:30 എത്തിയിട്ടുണ്ടാവും. 3:30 എത്തി. അപ്പം മുതൽ തുടങ്ങി ബിന്നിന്റെ അധ്വാനത്തെ കുറിച്ച്. ഒരു പ്രാവശ്യം കേട്ടു. ഓക്കെ നല്ല കുട്ടി ആ തുടങ്ങി പഠിപ്പിച്ച് വന്നതാ. അങ്ങനെ ഇപ്പൊ ഏട്ടൻ പുതുതായിട്ട് വന്നു. ഏട്ടനെയും കൂട്ടി 4ാമത്തെ പ്രാവശ്യം ഇത് കേൾക്കണം. നല്ല മോളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കേടാ. അപ്പൊ ഞാൻ ആരാ? പൊട്ടനാ. ഞാനെന്നെ പൊട്ടനാ.
അവള് മുന്നേ മോള് പോയി ഉറങ്ങിക്കോ. ഞാൻ അതിന് ഞാൻ വീഡിയോ കിട്ടിയിട്ടുണ്ട്. വീഡിയോ കിട്ടിയിട്ടുണ്ട് ഉറങ്ങുന്നത്. എങ്ങനെയാ ഉറങ്ങുന്നേ? ഇനി തുടങ്ങിയ ഞാൻ ഇതിൽ തടിക്കും പുറത്താ സൈ കെട്ടാ ഞാൻ അതും ചെയ്യും. അതല്ല പറയട്ടെ, മാർഗഴി പറഞ്ഞു കൊടുക്കട്ടെ. മാർഗഴി പേര് പറഞ്ഞേ. ഒറ്റ മിനിറ്റ് ഇത് വിടും, വീഡിയോ ഇടും, യൂട്യൂബിൽ വീഡിയോ ഇടും. ഇവിടെ പുറത്തൊക്കെ ചെയ്യാന്ന് കഥ മാറ്റി ഡെഡിക്കേഷൻ ഒക്കെ പറയുന്നത്. എന്ത് നീ ചെയ്യണേ? ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും. പിന്നെ എനിക്ക് കല്യാണം ആയതാണോ? ഒന്ന് പോടി. സിംഗിൾ ആണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എന്തിന്? ഞാൻ സിംഗിൾ ആണെന്ന് പറയും. എല്ലാ ബ്ലോഗിലും ഒന്ന് ഞാൻ പറയും സിംഗിൾ ആണ് കേട്ടോ. ഇവള് കമ്മിറ്റഡാ. ആരും ഇങ്ങനെ ചിന്തിക്കാൻ പോലും ചെയ്യരുത്. എന്താടാ, ഞാൻ റെഡി ആവാൻ പോവാ. റെഡി? എവിടെ പോകുന്നേ? സർപ്രൈസ്. എന്റെ മുടിയെ കൂടെ വെട്ടി നശിപ്പിച്ചാൽ അത് കണ്ടോ? ഇത്രയുള്ള മുടിയായിരുന്നു. ഫോട്ടോ എടുത്തോടാ. ഇല്ല. ഇതെന്തോന്ന്? ഒന്നൂടെ പേജ് ഫോളോ ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലിലെ പേരൂടെ എല്ലാരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താ തുടങ്ങിയില്ല. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് ചെയ്താലും ഇതിനെയാണ് ഗീവ് അവേ ആയിട്ട് തരാം. ഇതിനാണ് ഗീവ് അവേ തരാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങും. എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറാണ്. എല്ലാരും ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഈ പ്രൊഡക്റ്റിനെയാണ് ഞങ്ങൾ ഗീവ് അവേ തരാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടില് പണി നടക്കുന്ന ഒരു മൂലക്ക് ഇരുന്നോളൂ. നമ്മൾ എവിടേക്ക് പോവാനാ പ്ലാൻ? ഇവന് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ. ആർക്കിവനാ? നൂബിനാ? ആണോടാ? എനിക്കൊരു ഹെയർ കളർ, എനിക്കൊരു ലിപ്സ്റ്റിക് കാണാൻ പറ്റുന്നില്ല. വാങ്ങിക്കണ്ടേ? അല്ല, നിനക്കെന്തോ PSC ഇത് നൂബിൻസ് വ്ലോഗ്. ഇത് എന്റെ യൂട്യൂബ് ചാനൽ എന്താ? അങ്ങനെയല്ലേ? നിനക്ക് എന്റെ യൂട്യൂബ് ചാനൽ ഏതാന്ന് അറിയില്ലല്ലേ? പറ. ഏതോന്ന് തക്കുമക്കു വ്ലോഗ്സ്. തക്കുമക്കു വ്ലോഗ്സിനിത് കണ്ടോ? ഞങ്ങളെ നമ്മളുണ്ടോ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഫോൺ വെച്ചാ കൃത്യോ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കം. പറയരുത് ഉങ്ങൾ തകു ആൻഡ് മകു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുത്തോണ്ടിരിക്കും. ഇവളെന്താ ഷൂ എടുത്ത് കയ്യിലിരുന്നേ? നീ കൊറേ നേരമായി. ഒന്ന് എണീക്കോ? നീ എണീക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആൾക്കാരെ കാണിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് ഓർത്തേ കൊറേ കമറൊക്കെ എടുക്കുകയാണ്. ആകെ വരണില്ലാണ്ടുള്ളൂ. മേക്കപ്പ് ചെയ്ത മാറ്റങ്ങളെ നേരത്തെ കണ്ട ആളല്ലേ കണ്ടിട്ട് മനസ്സിലാവും. നാച്ചുറൽ ബ്യൂട്ടി. നിന്റെ ചെക്കൻ നിന്നെ മേക്കപ്പ് ഇല്ലാതെ കണ്ടിട്ടുണ്ടോ? ഇത് മേക്കപ്പ് ആകെ എല്ലാരും ഇടുന്ന ഒരു ലിപ്സ്റ്റിക് ഇട്ടു. ഇതിനാണ് മേക്കപ്പ് എന്ന് പറഞ്ഞത്. ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ഈ കാലത്ത് ആരാ ലിപ്സ്റ്റിക് ഇടാത്തടാ? നീ വരെ ഇട്ടു ഒരു ക്രീം. ഇവ BB ക്രീം ഇട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ സപ്പോർട്ടാന്ന് അറിയാം. ഒരു മണിക്കൂർ വേണം. അങ്ങനെ വേണം. ഇവൻ മോയ്സ്ചറൈസർ ഇട്ട് PSCയുടെ വേർത്ത് ഒലിച്ച് നിൽക്കണ എന്നെ കണ്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ടത് ചൂടായി വരുന്നു. നീ ഇട്ടില്ലേ? നീ മോയ്സ്ചറൈസർ ഇട്ടു, മറ്റേ ഞാൻ ഇട്ടില്ല. ഇട്ടു. എന്താണ് നിനക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ഞാൻ കാര്യം ചെയ്യണം, പുറത്ത് പോകണ്ടേ? ഒരു കാര്യം ഇവിടെ യൂട്യൂബ് നമ്മളെ അവിടെ ഇവിടെ യൂട്യൂബ് മനുഷ്യൻ ജീവിക്കണ്ട് ഇപ്പൊ.
ഞാൻ തുടങ്ങാൻ പോയി യൂട്യൂബ് ചാനൽ. നമുക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ പൈസ ഉണ്ടാക്കി ഞാൻ ഇതുവരെ തുടങ്ങിയില്ല. തുടങ്ങും ആദ്യം ഷോർട്സ് ആദ്യം ഷോർട്സ് ഈ ഷോർട്സ് അല്ല ഷോർട്സ് ഇടും. പിന്നെ എന്താ ഷോർട്സ് ഇടുവോ? രാവിലെ അടിയിൽ മൂവി കിട്ടി. അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരോട് പറ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് വീഡിയോ. നമ്മൾ നേരത്തെ കൊടുത്തായിരുന്നു. അപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങിന് പോണ് ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഞങ്ങൾ കണ്ടുമുട്ടണേ. എത്ര അന്ന് നമ്മള് ഞാൻ കഴിക്കും. ഞങ്ങള് ഈ യുവതലമുറയെ വാർത്തെടുക്കുന്ന തിരക്കില്. നീ ചിക്കൻ കഴിക്കില്ല? ചക്കരക്ക് കഴിക്കാൻ പറ്റാത്ത ഏട്ടൻ കഴിക്കുമോ? ഇവിടെ ബേസിക്കലി ഇവിടെ എന്നെ സീരിയൽ തന്നെ കൊന്നു. എന്നാൽ പോലും എനിക്ക് ആ ദേഷ്യം ഇവിടെ ഇല്ല. കള്ളപ്പന്നി. ഞാൻ ചിലപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. വ്ളോഗിൽ ഞാൻ ഡീസന്റ് ആയി. ആൾക്കാർ പറഞ്ഞിട്ട് കുറച്ച് മെച്യൂരിറ്റിയിൽ പെരുമാറുന്നത്. എന്റെ ഗേൾഫ്രണ്ട് എന്നെ ഇപ്പൊ ലാസ്റ്റ് ഗേൾഫ്രണ്ട് വിട്ടുപോകാൻ കാരണം എനിക്ക് മെച്യൂരിറ്റി കുറവാണ്. അതെയോ? നീ പറയടാ ഒന്നും കൂടെ. എത്ര വ്ളോഗ് ഈശ്വര എനിക്കൊന്നില്ല മോനെ. ഞാൻ എന്റെ വീടിന്റെ ഭർത്താവിനെ കാണിക്കാനാ. എന്റെ ഒരു ഭാഗ്യേ തലങ്ങും വിലങ്ങും പെണ്ണുകള്. ഞാൻ പറഞ്ഞ എന്റെ ചെക്കനോട് അവന്റെ നിപ്പ കണ്ടാ? അവൻ നമ്മുടെ കൂടെ വന്നതല്ല എന്നുള്ളതിലാണ് അവന്റെ നിപ്പ്. മതിയടാ മതി. ഫസ്റ്റ് ചായ. ഫസ്റ്റ് ചായ. ഓക്കെ. കണ്ണാടിയൊന്നും ഇടണ്ട. സപ്പോർട്ട് ചെയ്യണോ? ഫാൻസാ ഭയങ്കര ആരാധകരാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് ഇതിന്. ആണോ അങ്ങനെ? നീ ഇത് ഭയങ്കര ഡീസന്റ് ആയിട്ട് നിക്കുന്നേ. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഭയങ്കര ഡീസന്റ്. അത് നീ ഭയങ്കര ഡീസന്റ് ആയി പോയെ. ശരിക്കും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഫുൾ ടൈം ഇങ്ങനെയാണോ? ഹലോ കപ്പിൾസ്. ലുലു എത്തിയപ്പോ നമ്മളെ തേച്ചവര്. നമ്മളെന്തായി? നീ കണ്ണാടി വെച്ചതുകൊണ്ട് നീ നോക്കുന്ന ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കണ്ട. എന്തിനാണ് ഇങ്ങനെ അപവാദം പറഞ്ഞു വെക്കുന്നത്? നല്ലൊരു ചെക്കനെ യൂട്യൂബിൽ എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നത് അറിയോ? അവന്റെ കോഴിപ്പണി ആരും കാണാതിരിക്കട്ടെ. യൂട്യൂബിൽ മാത്രമല്ല ഇവനെ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ പറഞ്ഞപ്പോ എടുത്ത് മാറ്റിയതാ. അവന്റെ ചായ ഞാൻ കുടിച്ചോളാം. എനിക്ക് വേണ്ട. ഇത് വേണ്ടെന്നല്ല കൊല്ലാനല്ല. അയ്യോ ചേട്ടൻ എത്ര നാളായി മോളെ കണ്ടിട്ട്? എത്ര നാളായി മോളെ കണ്ടിട്ട്?
എനിക്ക് പിറക്കാതെ പോയി എന്റെ നായകനല്ലേ എവളെ ക്യാമറ എന്തായാലും വന്നോളൂ. അവര് ഇപ്പോഴും ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു. ശരിക്കും ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ഡേ ആയിരുന്നു. ഇന്ന് അവ സംഭവങ്ങളൊന്നും പ്ലാൻഡ് അല്ല. ഗൈസ് ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ സർപ്രൈസിലാണ് ആ സംഭവം പറഞ്ഞത്. ഞങ്ങൾ രണ്ടാളുടെയും പിറന്നാൾ ഒരു ദിവസം അതെന്നാന്ന് പറഞ്ഞേക്കല്ലേ മെയ് 4. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. എൻ്റെ പിറന്നാൾ അടുത്ത മാസം ഞാൻ പറയുന്നു, ഇവിടെ അടുത്ത മാസം ഗസ്റ്റ് ചെയ്യുന്ന പോലെ എന്നോട് പറഞ്ഞു 4 ആണോ. അങ്ങോട്ടും ഇങ്ങോട്ടും 4 ആയിരുന്നു. ഇതുവരെ ഞാൻ ഞാനും കണ്ടില്ല. ഞാൻ മെയ് 3 കണ്ടിട്ട് 5th കണ്ടില്ല. ഞങ്ങൾ ഒരേ വൈബ് അങ്ങനെ ഞാനൊന്നും ചോദിച്ചില്ല. വെറുതെ എനിക്ക് തോന്നി രണ്ടും ഒന്നായിരിക്കും. ഞങ്ങൾ ശുദ്ധ ഹൃദയമാണ്. ചെവിയും തലയും കേൾക്കണ്ട, രണ്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചെവി പൊട്ടി. ഇങ്ങനെയാണ് ഞങ്ങളെ പോലെ സത്യസന്ധതയും അല്ലെ സ്നേഹിക്കാൻ സഹോദര്യവും ആത്മബന്ധവും പുലർത്തുന്ന മെയ് 4 മാത്രമേ അത്രയും നല്ല ക്വാളിറ്റി മൊത്തം നല്ലതാ. പക്ഷേ മെയ് 4 കഴിഞ്ഞോ? മോളേതാ? ഞാൻ ഒക്ടോബർ. ശുദ്ധമായ ശരി എന്നാ ഞാനെടുക്കും. അതെനിക്കറിയാടി. ബൈ 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 ബൈ. ഞാൻ വരും, എന്നെ അവളെ വരും. ഇപ്പൊ മിണ്ടാണ്ടിരിക്കടാ.